ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. എൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടുള്ള ഇൻട്രോ വലിയ ഒച്ചെടുക്കാനുള്ള ഇതില്ല, കഴിക്കാത്തോളം എന്തോ ക്ഷീണം പോലെ. സോ 1 2 3 സ്റ്റെപ്പ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് സിനിമ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറയാനില്ല, ഫസ്റ്റ് ടൈം ട്രെയിനിൽ വന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. വേണ്ടെണ്ണ ട്രെയിനിലെ ചായ കുടിച്ചിട്ട് സെറ്റല്ലേ. ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന സാധാ ക്യാമറയിലാണ്. പഴംപൊരിക്ക് ചായ വട പഴംപൊരി വട, ചായ വട പഴംപൊരി വട, ചായ വട പഴംപൊരി വട, ചായ വട പഴംപൊരി വട, ചൂട് ചായ, ചൂട് വട, വറുത്ത് വട, മെഴുവട. വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാ ക്യാമറയിലാണ്. മറ്റേ ക്യാമറയിൽ എടുത്താണ് ഇപ്പൊ ഈ മൈക്കിന്റെ എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് കളമശ്ശേരി കഴിഞ്ഞു പെടപ്പള്ളി എത്തി. കോട്ടയത്തേക്ക് ഒരു 9:45 ആകുമ്പത്തേക്ക് എത്തും കേട്ടോ. ഇവിടെ വെച്ച് കുറെ പേര് പരിചയപ്പെട്ടു കേസ്, പക്ഷെ അവരായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. നമ്മൾ ബെസ്റ്റ് ലൈഫ് മൂമെന്റ്. അയ്യ, ഒരു ബായി അതേ കൂടെ നടന്നു. ഇത് ഇടപ്പള്ളി ജംഗ്ഷൻ. ഇതൊക്കെയാണ് മോനെ എക്സ്പീരിയൻസ്. ആൾക്കാർക്കൊക്കെ ഫീലിംഗ് ഉണ്ടല്ലേ. ട്രെയിൻ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രെയിൻ മൂവ്, ഈ സാധനം പിടിച്ചിട്ട് കയ്യിൽ നിന്ന് പോയാൽ തീർന്നു. കണ്ടോ, എടപ്പള്ളിയാണ്. എടപ്പള്ളിയിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്ത് എന്തായാലും ഒരു 9:45 കോട്ടയത്ത് എത്തും ഉറപ്പാണ്. ഈ ആൾക്കാർ നോക്കുമ്പോൾ സീനുണ്ടടാ. പുള്ളി അവിടെ എന്താണ്ടൊക്കെ കാണിക്കുന്നത് വിളിക്കാൻ അറിയുമ്പോൾ ആ ട്രെയിൻ അറ്റത്തേക്ക് നോക്കി. ട്രെയിനിൻ്റെ ലാസ്റ്റ് അയ്യോ പുതിയ നോട്ട് വാട്ട് ഈസ് ബട്ടി. ഞാനൊരു വീഡിയോ എടുത്തിട്ട് വരാം കേട്ടോ. തല പുറത്തേക്ക് ഇടാം, പക്ഷേ തല അകത്തേക്ക് ഇടാം, അല്ലെങ്കിൽ തല മാറ്റിട്ട് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് നാളായി വന്ദേ ഭാരത് ഒന്ന് കാണണോ, ഒന്ന് കണ്ടിട്ട്. പക്ഷേ സാധാ ട്രെയിനിൽ കയറുന്ന ഒരു ഫീലില്ല കേട്ടോ. വന്ദേ ഭാരത് എന്ന് പറയുമ്പോൾ ഫുൾ അടച്ചു മൂടി എ സിയിലും കണ്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പം ഞാൻ കണ്ടില്ലേ, നേരിട്ട് കണ്ടു കേസ്. ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് കേസ് ഇതൊക്കെ. പുറത്തേക്ക് കൈയിട്ട് കഴിഞ്ഞപ്പോൾ കൈ അടിച്ചിട്ടു. അതൊന്നും സൂക്ഷിച്ച് വേണം പോവാൻ.
ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്തായാലും 8:10 ഇപ്പം. ഇനിയിപ്പോൾ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ കൂടിയുണ്ട്. 1.25 മണിക്കൂറും കൂടിയുണ്ട് കോട്ടയത്താണെങ്കിൽ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ട്രെയിൻ. പൊന്നോ, ട്രെയിൻ പോണാണ്ട കേസ്. ഞാൻ മുഖം നോക്കൊന്ന് സെറ്റാക്കട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടുള്ള ഇൻട്രോ വലിയ ഒച്ചെടുക്കാനുള്ള ഇതില്ല. നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ കോട്ടയാണ്. എൻ്റെ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്ന് കേസ് വേണമെങ്കിൽ അടിപൊളി വൈബാണ് സംഭവം. നമ്മൾ ഇപ്പോൾ സ്ലീപ്പർ ബുക്ക് ചെയ്താൽ സ്ലീപ്പറിൽ നമുക്ക് കയറാൻ പറ്റും. അതല്ലാണ്ട് നമ്മൾ ലോക്കലായിട്ട് കയറുമ്പോൾ നമുക്ക് ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല. എന്നെ പല ആൾക്കാരും അവിടെ നിന്ന് നോക്കണ്ടേ. സോ നമുക്കത് മൈൻഡ് ആക്കണ്ട. അതുകൊണ്ട് മറ്റേ സ്ലീപ്പർ ബുക്ക് ചെയ്യുന്നവർക്ക് മറ്റേ കിടക്കാനുള്ള സംഭവങ്ങൾ കിട്ടും. പക്ഷേ ലോക്കലുകളാണെങ്കിൽ ചിലർക്ക് കിട്ടില്ല, ചിലവർക്ക് കിട്ടും. ഇരിക്കാനൊക്കെ ചിലപ്പോൾ സ്പേസ് കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വൈബാണ്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ റിയൽ ലൈഫ് ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഫീലിംഗ് അറിയാലോ. ഒരാൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ വിമാനത്തിലായാലും ട്രെയിനിലായാലും വരുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നായിരിക്കും. എൻ്റെ പൊന്നെ, ആൾക്കാർ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ഉണ്ടല്ലോ. കയ്യെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കഴിയുന്നു എന്നുള്ള ഗൈസ്. ഞാൻ ഇനി ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ് പറയണമെന്നില്ല. ഞാൻ പിന്നെ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതുകൊണ്ട് മാക്സിമം വ്ളോഗ് എടുത്ത. ഇനിയിപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്, അധികം നേരം സംസാരിച്ചിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ല, രാവിലെ ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ മറ്റേ വേറൊരു വ്ളോഗ് കണ്ടില്ലേ, വേറെ ക്യാമറ കണ്ടില്ലേ, അവിടെ മൂത്രപ്പുര ഉണ്ടല്ലോ ഗൈസ്. ഇവിടെ മൂത്രപ്പുര ഉണ്ട്. എന്നിട്ട് മുള്ളിയിൽ നിന്ന് ഇറങ്ങാം. എൻ്റെ ഇവിടെ ഇരിക്കട്ടെ കുറച്ച്. അയ്യോ, നടന്ന് വയ്യാലേ. അതായത് എൻ്റെ നേരത്തെ ഒരു ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞ ആപ്പിൽ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. സോ അതിൽ മൈക്ക് കണക്റ്റ് ആവും, പക്ഷേ ക്ലാരിറ്റി കുറവായിരിക്കും. സാധാ ക്യാമറയിലാണെങ്കിൽ മൈക്ക് കണക്റ്റ് ആവില്ല. അതാണ് വ്യത്യാസം, വേറെ ഒന്നുമല്ല. പിന്നെ ഞാൻ ഫോണിൻ്റെ കേസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് കുറച്ച് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് ഷോക്കൊക്കെയാണ്. അതായത് ഫസ്റ്റ് ഞാൻ EMI എടുക്കാൻ വേണ്ടി നോക്കിയത് ഐഫോൺ. ഇപ്പോൾ ഐഫോണിൻ്റെ കേസ് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതന്നെ ഇപ്പോൾ പ്രശ്നം. അതുകൊണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഗൈസ്, ഇതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പോൾ കോട്ടയത്തുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത ട്രെയിനിൽ കയറി പോകാൻ പറ്റുമോ. സോ ഇന്നത്തെ വീഡിയോ ഭയങ്കര എക്സ്പീരിയൻസോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ആണ്. സോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പിടിച്ച് കൊണ്ട് തന്നെ ഗൈസ്. ഓൺലി എൻ്റർടൈൻമെൻറ്റ്. ലെറ്റ്സ് ഗോ ബൈ.